മാഹി ബൈപ്പാസ് പൂർത്തിയാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്ന വാദം പൊളിയുന്നു. നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന വിവരാവകാശ രേഖ പുറത്ത്. അതേസമയം ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 2.5% അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകൾ സംസ്ഥാന സർക്കാരിന് ഈടാക്കാവുന്നതുമാണ്. അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, എന്തായാലും ഈ മാഹി ബൈപ്പാസ് വിഷയത്തിൽ തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും അതൊക്കെ തന്നെ അപ്പാടെ പൊളിയുന്നതാണ് ഈ വിവരാവകാശ രേഖകൾ. തീർച്ചയായും രജനി, ഇക്കഴിഞ്ഞ മാസമായിരുന്നു ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഈ മാഹി ബൈപ്പാസ് പാത ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതായത് സ്ഥലം ഏറ്റെടുക്കുന്നതിലടക്കം തങ്ങളുടെ പണം ചെലവഴിച്ചത് എന്നിരുന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്ന വാദം. എന്നാൽ അന്ന് തന്നെ ബി ജെ പി അടക്കം, അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഇതെന്നും പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റാണ്, നാഷണൽ അതോറിറ്റി ഓഫ് ഹൈവേ അതോറിറ്റിയാണ് ഇതിന്റെ ചുമതല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ ഫ്ലെക്സ് അടക്കം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഫ്ലെക്സ് അടക്കം വെച്ചുകൊണ്ട് തങ്ങളുടേതാണെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നമുക്ക് അതിന്റെ വിവരാവകാശ രേഖ ലഭിച്ചിരിക്കുന്നു. അതായത് മാഹി ബൈപ്പാസ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയെന്ന് തന്നെയാണ് ഈ രേഖ പറയുന്നത്. നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഒരു ഇത്തരത്തിൽ പണം അങ്ങോട്ട് നൽകണം എന്നുള്ളത് കൂടി ഇവിടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് ഇനത്തിൽ 2.5% സംസ്ഥാന സർക്കാരിന് നൽകണമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അങ്ങോട്ട് ചെലവഴിച്ചിട്ടില്ല, പണം ചെലവഴിച്ചിട്ടുമില്ല, എന്നാൽ ഇങ്ങോട്ട് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ ചെലവുമില്ലാതെ പണം ലഭിക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു 45 വർഷത്തിലധികം വർഷം കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു മാഹി ബൈപ്പാസ് ഇവിടെ യാഥാർത്ഥ്യമായത്. അതായത് ഇത്തരത്തിൽ കണ്ണൂരിൽ യാഥാർത്ഥ്യമായത്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിലൊരു അവകാശവാദം അല്ലെങ്കിൽ ഒരു ആവശ്യം ഇത്തരത്തിൽ ജനങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതായത് തങ്ങൾക്കൊരു മാഹി ബൈപ്പാസ്, ഇത്തരത്തിലൊരു തലശ്ശേരിയിലെ ബ്ലോക്കൊക്കെ മാറ്റിക്കൊണ്ട് അയ്യൂര് വരെ ഇത്തരത്തിലൊരു ബൈപ്പാസ് വേണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചതായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ വന്നതാകട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാകട്ടെ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഇതിനെ സ്വീകരിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് പിന്നീട് മോദി ഭരണം വന്നതിന് പിന്നെ, അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ ഭരണത്തിലെത്തിയ പിന്നെയാണ് ഈ പാലത്തിന് കൂടുതലായിട്ടുള്ള മാഹി ബൈപ്പാസ് പൂർത്തിയാക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്ന വാദം പൊളിയുകയാണ്. നിർമ്മാണ ചെലവ് പൂർണ്ണമായും വഹിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന വിവരാവകാശ രേഖ പുറത്ത്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.